നമസ്കാരം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനോട് കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവ്. 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാനും കോടതി നിർദ്ദേശിച്ചു. ബോണ്ട് നൽകിയാൽ അർജുനെ വിട്ടയക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടിയാണ്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ അർജുനെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരാണ് അപ്പീൽ നൽകിയത്. അപ്പീലിൽ അർജുൻ ഇതുവരെ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. അർജുന്റെ അഭിഭാഷകൻ SK ആദിത്യൻ ഹൈക്കോടതിയിലെ വക്കാലത്തൊഴിഞ്ഞിരുന്നു. അർജുനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയിലാണ് പ്രതിയോട് വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഹൈക്കോടതി നിർദ്ദേശം. അർജുനെ കട്ടപ്പന പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഇതോടൊപ്പം പ്രതി രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നും സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകി. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കടുത്ത നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. പ്രതി അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ 10 ദിവസത്തിനകം നേരിട്ട് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവച്ചാൽ ഇയാൾക്ക് ജാമ്യം നൽകാം. 2 പേരുടെ ആൾജാമ്യം വേണം. നേരിട്ട് ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് പോക്സോ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് വീണ്ടും വിചാരണ കോടതിയിൽ ഹാജരായി ജാമ്യത്തിനായി ബോണ്ട് കെട്ടിവയ്ക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ അർജുൻ അറസ്റ്റിലായി. 78 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ കോടതി അർജുനെ വെറുതെ വിടുകയായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. പ്രതിയെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ നടപടിയിൽ താനും കുടുംബവും ദുഃഖിതരായിരുന്നു. കേസിൽ നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും കുട്ടിയുടെ പിതാവ് കൂട്ടിച്ചേർത്തു. അർജുൻ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി തന്നെയാണ് ഇത്തരത്തിൽ കോടതി നടപടി കടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 10 ദിവസത്തെ സമയമാണ് അർജുന് നൽകിയിരിക്കുന്നത്. നേരത്തെ കുടുംബം ഇത്തരത്തിൽ അർജുനെതിരെ രംഗത്ത് വന്നിരുന്നു. കോടതി വിധിയിൽ തൃപ്തരല്ലെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിൽ വിധി വരാനിരിക്കുന്നത്.